ഇനി നമ്മുടെ ഈ ഘട്ടത്തിലെ സർപ്രൈസ് റൗണ്ടിലോട്ട് കിടക്കാണ്. ഡ്യുവറ്റ് റൗണ്ട് ആണ് ഇനി വരാൻ പോകുന്നത്. ഡ്യുവറ്റ് റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നു പാർവതി. ഓ ഇതാരാണ് പോയി സുന്ദരി കുട്ടി? പാർവതി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് ഡ്യുവറ്റ് റൗണ്ടിൽ? മാനം തെളിഞ്ഞെന്നാൽ ബ്യൂട്ടിഫുൾ. അറിയോ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഇതിന് ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഡുവറ്റ് ഡാൻസ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാനോ നന്നായിരിക്കും, വളരെ മനോഹരമായിരിക്കും അത്. ഞാൻ ചോദിക്കട്ടെ, ഈ കോസ്റ്റ്യൂം ഒക്കെ എവിടുന്ന മന എടുക്കണേ? ഇത് നമ്മുടെ കണ്ടസ്റ്റന്റ് ആയിരുന്ന ഗ്രീഷ്മയുടെ ഷോപ്പ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോ ഡ്യുവറ്റ് റൗണ്ടിൽ ആരാണ് കൂടെ പാടാൻ വരുന്നതെന്ന് അറിയാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. ആളെ വിളിച്ചോളൂ. വരൂ പാർട്ട്ണർ. ശ്രീലക്ഷ്മി. ബർത്ത്ഡേ ആഘോഷിച്ച് പോയതാന്ന് അല്ലേ ശ്രീലക്ഷ്മി? ഇത്രയും പാട്ട് പാടാൻ പറ്റിയതിന് എനിക്ക് ഏറ്റവും വലിയ കാര്യം, അതിന് ആദ്യം നന്ദി പറയേണ്ടത് എന്റെ ഹസ്ബൻഡിനോടാണ്. സോറി കേട്ടോ, ഞാൻ കരയില്ലെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. ലക്ഷ്മി കുട്ടി സുഖാണോ? ഓ സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഈ ഫ്ലോറ്. ടി വി കാണുമ്പോഴല്ല അയ്യോ. പക്ഷെ അതെങ്ങനെയാ അടുത്ത ഷൂട്ടിനും വന്നില്ലേ? എവിടെ മിസ്? അതാ പറഞ്ഞ നമുക്ക് പിന്നെ ഒരു ചാൻസ് സാറിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതി. എക്സ്പെക്ട് ചെയ്തില്ല. ബർത്ത്ഡേയുടെ 2 പാട്ട് പാടി ഇവിടുന്ന് പോയതല്ലേ കുഞ്ഞുവാവയായിട്ടല്ലേ? അതെ അതെ അതെ. പിന്നെ ഒരു ചാൻസ് വന്നിട്ട് ഈ ഫ്ലോറിൽ കയറാൻ പറ്റിയല്ലോ, അതാ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇരിക്കും. മനസ്സിലായി, നിങ്ങൾ ആരും ഇവിടുന്ന് പോകുന്നേ ഇല്ല. എല്ലാവരും ഒരിക്കൽ ഇവിടെ കയറിയ പിന്നെ ട്രാപ്പാ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ രണ്ടുപേരുടെയും കോസ്റ്റ്യൂം. രണ്ടുപേരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഗ്രീഷ്മയോട് ഒത്തിരി താങ്ക്സ്. ഗ്രീഷ്മയോട് നമ്മളും താങ്ക്സ് പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പെർഫോമൻസിലോട്ട് കടന്നാലോ? ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.
ഡെയിൻ രണ്ടുപേരുടെ നടുക്ക് നിന്നിട്ടുള്ള മുഖത്തിന്റെ ഒരു പ്രസാദം നോക്കൂ. ഒരു പ്രത്യേക നല്ല രസമായില്ലേ നല്ല frame? രസമുണ്ട്. പക്ഷെ വിഷ്വലി നല്ല രസമുണ്ട്. രണ്ടുപേരും ഒരേ വേഷം, നടുക്ക് ഡെവിളും. അല്ല അങ്ങനെയല്ല, നീയല്ലേ നെഞ്ചത്ത് എഴുതി വെച്ചിട്ട് ഈവിൾ അത് നേച്ചർ. വായിക്കണ്ട, ഞാൻ ഇത് വായിക്കാതെ ഇട്ടത്. നിങ്ങളൊരു കറുപ്പ ഷർട്ടായിട്ട് കണ്ടാൽ മാത്രം മതി ഇതിന്. എനിക്കതല്ലാട്ടൊന്നും കാണണ്ടടാ ഇപ്പൊ. ആ മെഴുകു തിരി നീ. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ കയ്യിൽ പോയി മൊത്തം. ഓക്കെ, അപ്പൊ പാട്ടൊക്കെ നന്നായി അടിച്ചു പൊളിച്ചു. നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം. അവസാനിപ്പിച്ച സാർ, ഞാൻ പറഞ്ഞതിന് മുമ്പ് ബിനി ചേച്ചി. ബിനി ചേച്ചി പാർവതി ആൻഡ് ശ്രീലക്ഷ്മി നന്നായിരുന്നു കേട്ടോ. നല്ല ഒരു വിഷ്വൽ ട്രീറ്റ് കൂടിയായിരുന്നു. എന്ത് രസമായിട്ടാ നിങ്ങളുടെ ഡാൻസ് ഒക്കെ കളിച്ചേ. അത് പാർവതിക്ക് കളിക്കണോ വേണ്ടയോ എന്നൊരു, പക്ഷെ ശ്രീലക്ഷ്മിയുടെ ആ ഒരു ആവേശം കണ്ടപ്പോ പാർവതി അങ്ങോട്ട് കളിച്ചു. നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു കേട്ടോ. ശ്രീലക്ഷ്മി ഡാൻസർ ആണല്ലേ? ഡാൻസ് അറിയാം അല്ല, അതും തുടങ്ങിക്കോളൂ. അപ്പം നമുക്ക് പാട്ടിലേക്ക് വരാം. മക്കളെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അറിയാലോ. അവിടെ തുടങ്ങി നീലാംബരി. കല്യാണ കാലമല്ലേ മോനെ, അതൊന്നും എടുത്തേ. അത് നീ പാട് അത് ഒന്നോടെ ഒന്ന്, ആ നീലാംബരിയിലാണ് അദ്ദേഹം അത് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരു ഒന്നോടെ വളച്ചെടുക്കാമായിരുന്നു. അത് ആ ഒരു പോർഷന് ഒരു പ്രശ്നമായി. മോക്കും തോന്നിയില്ലേ? എനിക്ക് അവിടെ എത്തിയില്ല. അപ്പൊ തൊണ്ട അങ്ങോട്ട് കോൾഡല്ലേ? കോൾഡ് ഇല്ല, പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് അടഞ്ഞ പോലെ. ഓക്കെ, പിന്നെ കതിരണി മണിമയിലോ നീ മോനെ അതൊന്ന് പഠിക്ക്. പാടവരുമ്പോരം ചാഞ്ചാടും കതിരണി മണിമയിലോ നീയോ. ശ്രുതിയുടെ പ്രോബ്ലം ആണ് കേട്ടോ മോളെ. ഇതെല്ലാം ഇപ്പൊ രണ്ടാമത് നമ്മളിവിടെ പാടിക്കുമ്പോ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് പാടാൻ പറ്റും. ഞാൻ മുഴുവൻ പറയുന്നില്ല, അങ്ങനെ കുറച്ച് അവിടെ ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പല പോർഷൻസും നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. നല്ല വോയിസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാർവതിയുടെ വോയിസ്. നല്ല വോയിസ് ആണ്, നല്ല രസം ഉണ്ടായിരുന്നു. ഈ പാട്ട് നന്നായിട്ട് സ്യൂട്ടാവും മോൾക്ക്. പിന്നെ എനിക്ക് അതൊന്ന് അങ്ങനെ ഒരു അതൊരു ചേച്ചിയുടെ തൊണ്ടയിൽ വരണത്. ഏറ്റവും സിമ്പിളായിട്ട് പാടാവുന്ന ഒരു പാട്ടാണ് ധരിച്ചിട്ടെടുക്കും. പക്ഷെ അതിന്റെ അകത്ത് ലോകത്ത് ആർക്കും പാടാൻ പറ്റാത്ത സംഗതി ചിത്രപാടി. ഏറ്റവും എളുപ്പമുള്ള പാട്ട് നമ്മൾ എടുക്കുമ്പോ ചേച്ചി എന്തെങ്കിലും ഒരു സാധനം പാടിയിടും നമുക്ക് പണിയാൻ. മനുഷ്യനെ കടന്ന് അത് വരുമോ? ചേച്ചിയുടെ തൊണ്ടയിൽ എല്ലാം എന്തൊക്കെ കൊടുത്താലും ആ ചേച്ചി അതൊരു സെക്കൻഡില് എങ്ങനെ സ്പെർ ഓഫ് ദ മൊമെന്റിൽ പാടിയിട്ടിട്ട് പോണ സാധനമൊക്കെ ആയിരിക്കും. അവിടെ ഞാൻ പറയട്ടെ, ഞാൻ ഇടപെടാം. അതായത് അവിടെ ഒരു ചെറിയ മാർജിൻ തരാം. ചേച്ചിക്ക് അത് വരും, പക്ഷെ നമ്മൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ അത്രയും സംഗതി പാടിയില്ലെങ്കിലും വേറെ എന്തെങ്കിലും പാടി, പക്ഷെ അതിൽ തെറ്റ് പറ്റിയ പോലെ വരരുത്. അല്ല, ഇതില് മോൾ അവിടെ പാതിയിലങ്ങ് നിർത്തി. അതാണ് കുഴപ്പം. അത് കുറച്ചുകൂടെ ഒന്ന് രീതിയിലെങ്കിലും നിന്നിരുന്നെങ്കിൽ ഓക്കെ കേട്ടോ. ചില സമയത്ത് വരും. അതെ ഇത് KKPP സംഗതിയാണ് മോളെ. ഇത് അത് വലച്ചി എന്നുള്ള ഒരു രാഗത്തിൽ ഇത് ബെണി ഇഗ്നേഷ്യസ് സാറ് മനോഹരമായി അന്നൊക്കെ ഈ വലച്ചി രാഗം അങ്ങനെ കുറച്ച് നമുക്ക് ഒത്തിരി അല്ലേ മോഹങ്ങൾ. അപ്പൊ ആ ഒരു രാഗത്തിൽ വളരെ ഒരു മനോഹരമായിട്ട് ചെയ്ത്. എന്താണേലും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ കോസ്റ്റ്യൂം എക്സ്ട്രാ ഓർഡിനറി. ഡാൻസ് അതിനേക്കാളും ഗ്രേസ്ഫുൾ ഡാൻസ്. ശ്രീലക്ഷ്മിയുടെ ഡാൻസ് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, സിനിമയിൽ എല്ലാവരും ഭയങ്കര ഭംഗിയായിട്ടല്ലേ കാണുന്നത്. ബിക്കോസ് ഓഫ് ദെയർ മേക്കപ്പ് ആൻഡ് ഡ്രസ്സിങ് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അതന്നെയാണ് ഇപ്പൊ ഇവിടെ ശ്രീലക്ഷ്മി വന്നപ്പോ എന്തൊരു സുന്ദരിയായിട്ടാണ് ആ കോസ്റ്റ്യൂമിൽ. യു ലുക്ക് സോ ഓസം. പിന്നെ ശ്രീലക്ഷ്മിയുടെ വോയിസിന്റെ പ്രത്യേകത, എന്ത് എക്സ്പ്രഷൻ മനസ്സിൽ വിചാരിച്ചാലും അത് പുറത്തേക്ക് വരും. ബിക്കോസ് നാച്ചുറൽ വോയിസ്. അതൊരു നമ്മളുടെ ഒരു ബ്ലെസ്സിങ് ആണ്. അതെല്ലാവർക്കും പാടാൻ പറ്റണമെന്നില്ല. യു ആർ ബൈ ഗോഡ്സ് ഗിഫ്റ്റ്. അതുണ്ട്. അതുകൊണ്ട് തന്നെ ഫീല് നന്നായി എല്ലാം ഉണ്ട്. പാർവതിയുടെ സിംഗിങ് നല്ലതാണ്. യുവർ വോയിസ് ഹാസ് ഗോട്ട് ഫോൾസാറ്റോ ഫീൽ ഉണ്ട്. അതിപ്പോൾ ഒരുപാട് ഒട്ടുമുക്കാലും പേർക്ക് ഫോൾസാറ്റോ ഇല്ലാണ്ടൊന്നും ആർക്കും സ്റ്റേജിൽ പാടാൻ പറ്റില്ല. റേഞ്ച്
ലേഡീസിൻ്റെ ഇത് അങ്ങനെയാണ്. അതുണ്ടെങ്കിലും യു സാങ് ഇറ്റ് നൈസ്ലി, ബട്ട് ഓൺലി ഒരു പ്രോബ്ലം, പിച്ചിങ് വാസ് ലോട്ട് ഓഫ് പ്ലേസസ്. അനുപല്ലവി ചരണത്തിലൊക്കെ പിച്ച് വല്ലാതെ കണ്ട് ഔട്ട്. പ്രത്യേകിച്ച് ആ നാനാനാ സംഗതിയിലെ പ്രശ്നം മാത്രമാണ്. നാനാനാ പാടുന്ന നല്ല രസമായിട്ട് തുടങ്ങിയതാണ്, പക്ഷെ പകുതിയിൽ വിട്ട് അത് സ്കെയിൽ മാറിപ്പോകുന്നുണ്ട്. സ്കെയിൽ മീൻസ് ഓൾമോസ്റ്റ് നല്ല പിച്ച് ഔട്ട് പോയിട്ടാണ് അതിൻ്റെ അവസാനം ആ സംഗതിയും കൂടി പഴച്ചുപോയി. പക്ഷെ എങ്കിലും നിങ്ങൾ നന്നായിട്ട് പാടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമായത്. അതുകൊണ്ട് എന്താ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. രണ്ടുപേരും പാടുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വോയിസ് ആണ്. എനിക്ക് അതാ ഇഷ്ടപ്പെട്ടെ. ശ്രീലക്ഷ്മി ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ പാട്ട്, സത്യമായിട്ടും. സാർ പറഞ്ഞ വളരെ കറക്റ്റാ. കാരണം തനിക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നു, വാ തുറക്കുമ്പോഴത്തേക്ക് അത്രയും ഇതിൽ വരുന്നുണ്ട്. ഇന്ന് ഭയങ്കര ഭയങ്കര ഇംപ്രൂവ്മെന്റ് തന്റെ വോയിസ് കേൾക്കാനായിട്ട്. സൗണ്ട് വെരി നൈസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് മാർക്കിംഗ് യു, വി ആർ മാർക്കിംഗ് പാർവതി. അപ്പൊ പാർവതി അസലായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആലോചിച്ച് ഈ പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കാണ്ട് ഒന്ന് കുറച്ചും കൂടെ ഫ്രീ ഫ്ലോ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പിച്ചിങ് കറക്റ്റ് ആയിട്ട് വീഴും. താൻ ഒരുപാട് ആലോചിക്കുന്നതുകൊണ്ടായിരിക്കും പിച്ചിങ് പോകുന്നത്. ഒരുപാട് ആലോചിച്ചാലും പിച്ചൊന്നും കിട്ടൂല. ആ ഒരു നമ്മളൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആണല്ലോ പിച്ച് എന്ന് പറയുന്നത്. ഒരാൾക്ക് പിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, ശ്രുതി പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അപ്പൊ ആ സാധനം ഇതിലേക്ക് നോക്കിയിട്ട് അത് പിടിച്ചങ്ങ് പാടിയാൽ മതി. ഒരുപാട് നമ്മൾ കോൺഷ്യസ് ആവുമ്പോഴും പിച്ച് കൂടും. ഞാൻ ഒരുപാട് കോൺഷ്യസ് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എല്ലാരും കൂടെ പറഞ്ഞു ഡോണ്ട് തിങ്ക് മച്ച് കേട്ടോ, ജസ്റ്റ് ഹാവ് ഫൺ. അപ്പൊ തന്നെ കുറെയൊക്കെ പിച്ചിങ് ശരിയാവും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. രാജസേനന്റെ ഒരു പടം സ്വപ്നം കൊണ്ട് തുലാഭാരം, അതില് 3-4 പാട്ടുകളുണ്ട്. അതിമനോഹരമായിട്ട് ശ്രീകുട്ടൻ പാടിയിട്ടുള്ളത്. അത് കേൾക്കണം. ശ്രീകുട്ടൻ പാടിയത്, ഞാൻ പാടിയതല്ല. ശ്രീകുട്ടൻ പാടിയത് കേൾക്കണം. പക്ഷെ അത് എന്താണ് പാട്ടെന്ന് ഞാൻ പറയാം. തൊട്ടു വിളിച്ചാലോ മെല്ലെ തൊട്ടു വിളിച്ചാലോ, ഈ മുത്തണി മഞ്ഞിൻ മുന്തിരി മൊട്ടിൽ തൊട്ടു വിളിച്ചാലോ, തൊട്ടു വിളിച്ചാലോ മെല്ലെ തൊട്ടു വിളിച്ചാലോ, ഈ മുത്തണി മഞ്ഞിൻ മുന്തിരി മൊട്ടിൽ തൊട്ടു വിളിച്ചാലോ. സാറും മലച്ചിയിൽ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ശ്രീലക്ഷ്മി, ഇവിടെ വന്ന് പാർവതീനെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. ഓക്കെ, ഇനിയിപ്പോ എന്താ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോജക്ട്സ് നമ്മളോട് പറയാൻ കൊള്ളാവുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ഷോസ് ഒക്കെ കിട്ടുന്നുണ്ട്. ആണോ? വരുന്നുണ്ട്. സാർ പറഞ്ഞോ? ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടോ. അത് മ്യൂസിക്കൽ വൈഫിനെ കുറിച്ചാണ്. 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാര്, 45, 40, 50, ഒരുപാട് പേര് ഞാൻ US തൊട്ട് ഇങ്ങോട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാര് എനിക്ക് എഴുതുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും എനിക്ക് മെസ്സേജ് കാണിക്കാൻ പറ്റില്ല. എല്ലാരും പാട്ട് പഠിച്ചു തുടങ്ങിയെന്ന്. അതിന്റെ റീസൺ മാഡം മ്യൂസിക്കൽ വൈഫ് ഞങ്ങളെ വല്ലാതെ ഇൻസ്പയർ ചെയ്തു. ഞങ്ങള് അപ്പം ചില ആൾക്കാർ എന്നോട് ചോദിച്ചു, മാഡം നമ്മളിങ്ങനെ ചെയ്യുന്നത് ഓക്കെ അല്ലേ, ഞങ്ങൾ ഇങ്ങനെ ഇത്രയും വയസ്സിലൊക്കെ ഞാൻ പറഞ്ഞു ഒരു ഏജും ഇല്ല സംഗീതം പഠിക്കാൻ. പക്ഷെ അതിന്റെ എല്ലാ ഇൻസ്പിറേഷൻ നമ്മുടെ മ്യൂസിക്കൽ വൈഫ്. അപ്പൊ ഒരു കാര്യം, ഒരു നിവേദനം. മ്യൂസിക്കൽ വൈഫിൽ നമ്മളൊക്കെ അതിലൊരു പാർട്ടാണ്. ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. ഞങ്ങൾക്കിടയ്ക്ക് ഓരോ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു തരുന്നു. ആരാ? ഞാനോ? പിന്നെ അല്ല ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഇവിടെ വന്നേ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഫ്ലൈറ്റില് രജനി സാറിനെ കാണുന്നു. ഇവിടുന്ന് അമേരിക്കക്ക് പോകുന്നു. അമേരിക്കയിൽ ആരെ കാണും? അവിടെ പോയിട്ട് പിന്നെ ചേച്ചിയുടെ ഒക്കെ ഫാൻസ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരൊന്നും അല്ല. വെള്ളക്കാരൊക്കെ ചേച്ചീനെ കണ്ടിട്ട് പറയുന്നത് എന്തൊരു ഭംഗിയാണ്. അയ്യോ, എനിക്കായിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചേനെന്നൊക്കെ പറഞ്ഞിട്ട് ജർമ്മനിയില് എന്റെ പൊന്നെ പോയി. എന്ത് കാര്യം. എബ്രഹാം അങ്കിള് ജർമ്മനിയില്, അല്ല എബ്രഹാം അങ്കിള് ഒരു 70 വയസ്സുള്ള നമ്മള് അവിടുത്തെ റെനി സിറ്റി കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് പേര് വർത്താനം പറയാം. അവിടെയുള്ള മനുഷ്യരൊക്കെ നല്ല മനുഷ്യരല്ലേ. അദ്ദേഹം ഒരു സൈക്കിൾ കൊണ്ട് ഒരാൾ പോയി. അദ്ദേഹം ഞാൻ ഫോട്ടോ എടുക്കണിട്ട് അവിടെ എങ്ങനെ ഫോട്ടോ എടുക്കും, ഇങ്ങനെ ഫോട്ടോ എടുക്കും ഒക്കെ പറഞ്ഞു. അദ്ദേഹം ജർമ്മനിയിൽ ഞങ്ങളെ കൊണ്ടുപോയി സ്പോൺസർ ഉണ്ടായിരുന്നു കൂടെ. അങ്ങർക്ക് 7 ഭാര്യയും 14 കുട്ടികളും ഉണ്ട്. അപ്പൊ അങ്ങനെ പറയാ, എന്നെ ആദ്യം കണ്ടിരുന്നെങ്കിൽ 7 ഭാര്യയും കെട്ടില്ലായിരുന്നു. ചേച്ചിന് ആദ്യം കിട്ടാത്തോണ്ടാണ് അങ്ങനെ 7 ഭാര്യമാർക്ക് ഒരൊറ്റ ബിന്നി. അങ്ങേരെ സ്പോൺസർ
നാസറിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് വീഡിയോ കോൾ ചെയ്യാമോ, ഒന്ന് കാണിച്ചു തരാമോ? ഇനി അതിനുശേഷമുള്ളത് ഞങ്ങൾക്ക് കേൾക്കണ്ട. എന്തുണ്ടായി പിന്നീട് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല, അത് സീക്രട്ട്. ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. അതെ. അതായത് ശ്രീലക്ഷ്മി ആ ഇത് കണ്ടപ്പോൾ ഞാൻ എപ്പോഴും അതിൽ ശ്രദ്ധിക്കുന്ന ആളാണ് കേട്ടോ. എന്ത് രസമായിട്ടാണ്, എന്തൊരു ശ്രുതിയോടെ, എന്തൊരു ഭാവത്തോടെയാണ് പാടിയിരിക്കുന്നത്. ഓൾ യു ഗോട്ട് ഇറ്റ്. ഐ ബിലീവ് നമ്മളുടെ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കേട്ടോ. താങ്ക് യു സാർ. കാരണം ഇവിടുന്ന് ജഡ്ജ്മെന്റ് മാർക്കുന്നതിലുപരി നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കമന്റ്സ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു വെക്കാറുണ്ട്. എനിക്കുള്ള മിസ്റ്റേക്സ്, പിച്ച്, വോയിസിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഓരോ പെർഫോമൻസും സ്റ്റേജിൽ കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കമന്റ്സ് അത്രയും വാല്യുബിൾ ആണ്. അത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അതാണ് മ്യൂസിക്കൽ വൈഫിൽ വന്നപ്പോ കോൺഫിഡൻസ് കുറച്ച് പാടാനൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ പാട്ടിന്റെ ഇടയ്ക്ക് ക്രൗഡിനോടാണ് ബാക്കി പാടാൻ പറയും. നിങ്ങളെ കണ്ടു പഠിച്ചു കേട്ടോ. ആരുടെ? നിങ്ങളെ കണ്ടു പഠിച്ചാണെന്ന്. ഞങ്ങള് ബോംബെ എന്നവരെ കണ്ടു പഠിച്ചു. അങ്ങനെ എന്തായാലും ശ്രീലക്ഷ്മി കലക്കി കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ അടിച്ചു പൊളിച്ച് വേദികളൊക്കെ കീഴടക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാർവതിയുടെ മാർക്സ് അറിയാം. അപ്പോ ഡ്യുവറ്റ് റൗണ്ടിൽ പാർവതിയുടെ മാർക്സ് ഗ്രൂമേഴ്സ് ജഡ്ജസിനെ അറിയിച്ചോളൂ. ശ്രീലക്ഷ്മി, എന്തെങ്കിലും ഗസ് ഉണ്ടോ? പാർവതിക്ക് ഇത്ര മാർക്ക് കിട്ടും അല്ലെങ്കിൽ അത്ര മാർക്ക് കിട്ടും, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, നല്ല മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഒരു ചെറിയ ഗസ് വേണം. അതാണ് ഇപ്പോഴത്തെ നമ്മളൊരു പുതിയൊരു രീതി. അതാ പറഞ്ഞു നോക്കിയേ, ഒന്ന് വെറുതെ ഗസ് ചെയ്ത് നോക്കിയേ. ഒരു 95. ഞങ്ങൾ എഴുതിയ മാർക്ക് അത്രയ്ക്ക് എത്തൂല. 93.5. ധാരാളം മനസ്സാണ് ശ്രീലക്ഷ്മിക്ക്. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും പാർവതി, നമ്മുടെ ഡ്യുവറ്റ് റൗണ്ടിൽ നമുക്ക് 93.5 ആണ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഘട്ടത്തിലെ 2 റൗണ്ടുകൾ കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോ താങ്ക് യു ശ്രീലക്ഷ്മി, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ബിന്നി ചേച്ചി, ഇതാരാ? ഇതാണ് എന്റെ എബ്രഹാം. ഈ അങ്കിളാണോ 7 ഭാര്യമാര്? ഓ, എനിക്ക് അയാളെ കാണുമ്പോ തോന്നുന്നത് എന്താണെന്നറിയോ? ആരാധകൻ. അല്ല, ബിന്നി ചേച്ചി ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അല്ല, ഇവിടെ പുള്ളി അവിടെ ചെല്ലണതും ഇത് ചെയ്യണതും പുള്ളിയുടെ വീഡിയോ സ്പോൺസർ അയച്ചിരുന്നതാ. രജീഷാട്ട് ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? അപ്പോ നമ്മുടെ എല്ലാവരും പുറകിണ്ട് രജീഷാട്ട്. അതെ, രജീഷിനെ മറ്റേ അടുത്ത ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടാം. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് കടക്കാണ്. SP വെങ്കിടേഷ് സാറിനുള്ള ട്രിബ്യൂട്ട് ആണ് ഇനിയുള്ള റൗണ്ട്. അപ്പൊ ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു ഹർഷിത.
പൂവാടിയോ തണലിലിളവേൽക്കും ഉള്ളിനുള്ളിൽ ചെറുമുള്ളുകൾ കൊണ്ടുവോ നീ വിതുമ്പിയെന്നാൽ പിടയുന്നതിൻ്റെ കരളല്ലയോ ഓളക്കാറ്റായി തഴുകിടാം ഓമൽ പാട്ടായി ഒഴുകിടാം മുരുകാതുതിരാതുറങ്ങാൻ മലർമകളെ നീയുറങ്ങിയോ നിലാവേ മഴ നിലാവേ പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാ ചിറകൂടെ കൊഞ്ചിക്കൊണ്ടും കുളിർമഞ്ഞു നീർത്തുമ്പികളോ അരിയ തിരിനാളം ദൂരെ കണ്ടാൽ പുതുപൂവ് പോൽ പുൽകുമോ വേനലാണ് ദൂരെ വെറുതെ പറന്നു മറയല്ലേ നീ വാടിപ്പോകും കനവുകൾ നീറിപ്പൊള്ളും ചിറകുകൾ മനസ്സിൻ മടിയിൽ മയങ്ങാൻ കിളിമകളെ വായോ നീയുറങ്ങിയോ നിലാവേ മഴ നിലാവേ പേരിറങ്ങി വാ തുളുമ്പും മിഴിതലോടാ ഒരു താരാട്ടിൻ തണലായി മാറാം മറുവിൻ തൂവൽ തളിരാൽ മൂടാം ഇടനെഞ്ചിൽ കൂട്ടും കാണാക്കൂട്ടിൽ ഇടറും കിളിയുറങ്ങും നീയുറങ്ങിയോ നിലാവേ മഴ നിലാവേ ആഹാ നൈസ് സ്വീറ്റ് ഗുഡ്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഫീൽ ഉണ്ടായിരുന്നു ടോട്ടലി ഈ സോങ്ങിന്. ഓൺലി തിങ് യുവർ വോയിസ് ഈസ് ഡിഫറെന്റ്. പൊതുവെ ഇങ്ങനെയാണ്, പക്ഷേ ഈ പാട്ടിൽ വളരെ കൂടുതലുണ്ടായിരുന്നു. നമ്മളൊരു പാട്ട്, ഒരു ശബ്ദത്തിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യാന്ന് പറയും. അവരോട് ചോദിച്ചാൽ പറഞ്ഞുതരും, കീബോർഡ് പ്ലേയേഴ്സ് ഫിൽട്ടർ ചെയ്യുമ്പോൾ വോയിസിന് ഒരു പ്രത്യേക ഒരു ഹസ്കി ടോൺ പോലെ ഇങ്ങനെ വരും. അത് ത്രൂ ഔട്ട്, അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഹസ്കി ആവാലോ. നമ്മൾ പറയുന്ന കാര്യത്തിന് ഫീൽ നഷ്ടപ്പെടാതിരുന്നാൽ മതി. ആ ഫീൽ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പാട്ടില് പ്ലസ് പോയിന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഇതിൻ്റെയൊക്കെ ശ്രുതി ഉണ്ടല്ലോ, ഇതൊക്കെ കറക്റ്റായിട്ട് പാടി. ചരണത്തിലും പലവിയിലും അനുഭവം എല്ലായിടത്തും ഉണ്ട്. ഈ ഈ ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്ലൈഡ്സ് ഉണ്ട്. അത് കറക്റ്റ് പിച്ചിൽ സ്റ്റാർട്ടിങ് നോട്ട് എൻഡിങ് നോട്ട് കറക്റ്റാണ്. നടുവിലുള്ള ഗ്ലൈഡിന് ചിലപ്പം സ്പീഡ് വേരിയേഷൻ ഒക്കെ ഉണ്ടാവാം, അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ സ്റ്റാർട്ടിങ് പോയിന്റ് എൻഡിങ് പോയിന്റ് ഓഫ് ദ ഗ്ലൈഡ്സ് ഓൾ വെർ പെർഫെക്റ്റ്. വേണമെങ്കിൽ കേട്ടു നോക്കിയോളൂ. പിന്നെ ആ വായോ, കിളിമകളെ വായോ എന്നുള്ളത് ചരണത്തിൽ ക്ലീൻ ആയിട്ട് ആ നോട്ടിൽ എത്തിച്ചു. പക്ഷെ ഫസ്റ്റ് ചരണത്തിൽ അത് വേറെ എവിടെയോ പോയി അല്ലേ? ഇത് തോന്നിയില്ലായിരുന്നു. അത് അങ്ങനെ തോന്നി കഴിഞ്ഞാൽ യു വിൽ ഇംപ്രൂവ്. അതുകൊണ്ട് ഐ ലൈക്ഡ് ഇറ്റ്.
വൃത്തിയായിട്ട് പാടി. താങ്ക് യു സർ. ഐ ഓൾസോ ലൈക്ക് ഇറ്റ്. താങ്ക് യു. എന്താന്ന് വെച്ചാ നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും ശരിക്കും ഹർഷിതയെന്ന് പ്രതീക്ഷിച്ചില്ല. നല്ല ഫീൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ കുളിർ മഞ്ഞു നീർത്തുമ്പി കളിയുള്ള ആ സംഗതികൾ ഇതെല്ലാം നന്നായിട്ട് പാടി. ശ്രുതി ഓൾമോസ്റ്റ് നല്ല ശ്രുതിയിലുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഹർഷിതയുടെ വോയിസിന് കുറച്ചുകൂടി ഒരു ഓപ്പൺനെസ്, ഒരു ഓപ്പണാ, ഒരു കുറച്ചുകൂടെ വെയിറ്റ് ആകാമായിരുന്നു എന്ന് തോന്നുന്നു. പല കാര്യം മനസ്സിനുള്ളിലെങ്ങോ എന്നാണ് അത്, മനസ്സിനുള്ളിലെങ്ങോ ഇത്രേ ഒരു കേൾക്കുന്നുള്ളൂ. ഇൻസ്ട്രുമെന്റ്സും കൂടെ വരുമ്പോഴത്തേക്ക് എക്സാക്ട് റിപ്ലിക്ക വാട്ട് യു സാങ് ഷീ സാങ്സ് എങ്ങനെയാ പാടേണ്ടെന്നുള്ളതും പാടി തരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് മുഴപ്പിച്ചിരുന്നുവെങ്കിൽ ഒന്നുകൂടെ ഒന്നൊരു Clarity ഒരു ക്ലാരിറ്റിയോട് വരുന്ന വേർഡ്സിനും അത് കുറച്ചുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയണമ്മ, കുറച്ചും കൂടെ അത് കിട്ടിയേനെ. അതെ. ഇത് മാത്രമല്ല, എനിക്ക് ബാക്കി എല്ലാം എനിക്ക് നല്ല ഫീൽ ആയിരുന്നു. നല്ല രസിച്ചു, നമ്മള് എൻജോയ് ചെയ്തു. താങ്ക് യു. താങ്ക് യു. ഹർഷിത, ഈ ഒരു പാട്ട് തന്റെ വോയിസിൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതിന് അതിൻ്റെതായ ഭയങ്കര ഒരു സുഖമുണ്ട്. കാരണം സാർ പറയണ പോലെ ഗ്ലൈഡ്സും കാര്യങ്ങളൊക്കെ താൻ കോമ്പസിഷൻ അതുപോലെ തന്നെയാ പാടുന്നത്. ജസ്റ്റ് ദാറ്റ് വേറൊരു വോയിസ് വെച്ച് പാടുന്നു. അതിൻ്റെതായ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. ഞാനിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് വരുമ്പോഴാണ് ആദ്യത്തേൽ 2 ഷേക്കി തണലായി മാറാം, തളിരാൽ മൂടാം, 2 ഷേക്കി. പിന്നെ പിടയുന്നത് എന്റെ കരളല്ലയോ, ക്ലാരിറ്റി നീഡഡ്, മലർമകളെ വായോ സ്ട്രെയിൻഡ്, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നീ വിതുമ്പിയ എന്നാൽ പിടയുന്നത് എന്റെ കരളല്ലയോ. നീ വിതുമ്പിയെന്നാൽ പിടയുന്നതെന്റെ കരളല്ലയോ. അപ്പൊ ആ നീ വിതുമ്പി എന്നാൽ എന്നുള്ളത് കുറച്ചും കൂടെ ഓപ്പൺ ആക്കാം അല്ലേ ചേച്ചി? അതെ അതെ അതെ. എന്നാലും ഒതുക്കണ്ട, ഇത് കഴിഞ്ഞിട്ടുള്ള ഒതുക്കണ്ട. ഒന്ന് ഒതുക്കി രണ്ടാമത്തെ ഒതുക്കി മൊത്തം ഒതുങ്ങി പോകുന്നു. അത് കുറച്ച് ആ ഒതുക്കലാണ് ഇവിടെ. വിതുമ്പിയെന്നാൽ പിടയുന്നതെന്റെ കരളല്ലയോ. Now it is come. Now it is come. എന്നാൽ വാ തുറന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കരളും വന്നു. കരളല്ലയോ. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിന് മുമ്പുള്ള വോയിസിന്റെ ടോൺ ഒന്ന് വേറെ. കരളല്ലയോ എന്നുള്ളത് ഒരേപോലെ ആ ഒരു ലെവൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിന് മുമ്പേ ഹർഷിതയോട് പറയുന്ന ഒരു കാര്യമാണത്. ഇടയ്ക്ക് ഒരു ഓകാരം വരുന്നുണ്ട് നന്നായിട്ട്. ഫിൽറ്റർ ഇട്ടത് കൂടി പോകുന്നു. ഫിൽറ്റർ ഇട്ട് കൂടി പോണു, അത്രേ ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ വാക്കിന്റെ വികാരം പോകുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത്, ചരണം ബ്യൂട്ടിഫുൾ, എക്സലന്റ്, വാട്ട് എ ടേക്ക് ഓഫ്, വാട്ട് എ കം ബാക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. പാടി അവൾക്ക് അവളുടെ മിസ്റ്റേക്സ് അനുപല്ലവിയിൽ ഹർഷിതയ്ക്ക് മനസ്സിലായി. ചരണമായപ്പോ ഷീ മേഡ് ഇറ്റ് അപ്പ്. ദാറ്റ് ഈസ് ദ ലെസൺ ടു ബി ടേക്കൺ. ഇന്ന് ഈ പാടിയിൽ നിന്ന് നമുക്ക് എടുക്കുന്ന ലെസൺ അതാണ്. താങ്ക് യു ചേച്ചി. ഒരു കാര്യം കൂടെ പറയണ്ടേ, നമ്മളെന്തായാലും പാട്ടുകാരായിട്ട് ആണ് ഇനിയുള്ള ജീവിതം. നമ്മുടെ ഈ സംസാരത്തില് വളരെ ഇങ്ങനെ വന്നിട്ട് താങ്ക് യു ചേച്ചി, താങ്ക് യു, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതെ, താങ്ക് യു, ഓക്കെ. അതും കൂടെ ഒന്ന് നമ്മുടെ സംസാരം നമ്മളെ വളരെയധികം നമ്മുടെ വോയിസിനെ ചെതുക്കുന്നുണ്ട്. അറിയാമോ, സംസാരം ഒരേ വോളിയത്തിൽ പറയണേ. ഞാനൊക്കെ തെറ്റില് വളർന്ന ആളാ. തെറ്റില് വളർന്ന ഇതൊക്കെ എന്റെ, പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് പ്രായം അങ്ങോട്ട് പോയി. അപ്പൊ നിങ്ങളൊക്കെ ഇനി എങ്ങനെ ചെയ്യണം? ഇത് താങ്ക് യു എന്താണ് പറയുന്നത്? അജന്യക്കാണ് ആ ഒരു സംഭവം. ഇതൊന്നും മാറ്റണം കേട്ടോ. അത് നിങ്ങള് ശരി ചേച്ചി. ശരി ചേച്ചി മാറ്റാം, പറയൂ. ശരി ചേച്ചി മാറ്റാം. കുറച്ചുകൂടെ ശരി ചേച്ചി മാറ്റാം. ശരി ചേച്ചി മാറ്റാം. ഇതില് പറയണം. എന്നിട്ട് നമ്മള് ശരി ചേച്ചി മാറ്റാം. ശരി ചേച്ചി മാറ്റാം. അത് നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. നമുക്ക് എന്തായാലും ഈ റൗണ്ടിൽ ഹർഷിതയ്ക്ക് എത്ര മാർക്സ് കിട്ടിയെന്ന് അറിയാം. ഈ ഒരു സംഭവം കൂടെ മാറ്റിയിരുന്നെങ്കിൽ ഇത് കൂടിയേനെ. കാരണം നന്നായിട്ട് നല്ല ഫീലോടെ പാടി. പെർഫെക്റ്റ് ആണ് പാടിയത്. നല്ല രസമുണ്ട്. അതുകൊണ്ട് 95.5. ഹർഷിത നല്ല മാർക്സ് ആണ്. ഇതിപ്പോ എത്രാമത്തെ റൗണ്ടാണ്? 2 റൗണ്ട്. അപ്പൊ ഒരു റൗണ്ടും കൂടി ബാലൻസ് അല്ലെ. ആദ്യത്തെ റൗണ്ടിൽ എത്രയായിരുന്നു മാർക്സ്? 94 ആയിരുന്നു. ഈ റൗണ്ടിൽ 95.5. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ജഡ്ജസ്, നമ്മുടെ കോമ്പറ്റീഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? അറിയില്ല. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് April 4 ആണ്. ഓ, April 4. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നീ പറയാൻ പോയപ്പോ April 1 April 4. ദുഃഖ ശനിയാഴ്ചയാണ്. പക്ഷേ കുറച്ച് ദുഃഖമുള്ള ശനിയാഴ്ചയാണെങ്കിൽ പോലും ഒരു വലിയ സന്തോഷം ഇന്നത്തെ ദിവസം ഉണ്ട്.
എന്റെ ബർത്ത്ഡേ എന്താ കേട്ടില്ല? എന്റെ ബർത്ത്ഡേ ആണ്. ഓ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഡിബേറ്റ് റൗണ്ടിൽ മാത്രമല്ല സർപ്രൈസ്, നമ്മുടെ എപ്പിസോഡിൽ ഫുള്ള് സർപ്രൈസ് ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു രജനി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ദൈവമേ താങ്ക് യു. ഓഹോ, ഭയങ്കര സർപ്രൈസ് ആയി പോയി. എന്റെ ഫേവറേറ്റ് പിക്ചറാണ് അത് ഡാഡിയുടെ കൂടെ ഉള്ളത്. താങ്ക് യു. ദൈവമേ ഇതെന്തായിരുന്നു? സർപ്രൈസ് ആയോ? ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അങ്കിൾ ആന്റിനെ ഇവിടെ എത്തിച്ചു. അത് ശരി. ഓക്കെ, ബൈ ദ വേ ഇതാണ് എന്റെ മമ്മീന്റെ ഡാഡി. ഞാൻ എപ്പോഴും പറയുന്നത് അതെ. എന്റെ രണ്ട് പില്ലേഴ്സ്. ഇതാണ് ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യണ എന്റെ ഹീറോ. എനിക്കൊരു ഡൗട്ട് രഞ്ജിനി ഹായ്. ഞാൻ രഞ്ജിനിയുടെ മദറിനെ അധികം കണ്ടിട്ടില്ല, പക്ഷെ ഫാദറിനെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ ചെന്നൈയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പല വേദികളിലും. ഒരുപാട് വയസ്സല്ല, ആരവം മുതൽ എനിക്കറിയാം. പക്ഷേ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കണ്ടിട്ട് ഇപ്പോ അനേക വർഷമായിരുന്നു തോന്നുന്നു അല്ലെ, ഒരു 20 വർഷമൊക്കെ ആയിട്ടുണ്ട്. ആ 20 വർഷം കഴിഞ്ഞപ്പോ അന്ന് മീശ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതാണ് ഭയങ്കര വ്യത്യാസം. ഞാനത് ആരാണെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ചെറുപ്പം കൂടിക്കൊണ്ടിരിക്കുക രണ്ടുപേർക്കും. ഭരതൻ ചേട്ടന്റെ കൂടെ ഭരതൻ ഭരതൻ ചേട്ടന്റെ ആദ്യത്തെ പടം ഞാൻ ചെയ്തതാ, പ്രയാണം. ഓ ചേച്ചി ഇവിടം വരെ എന്തൊക്കെ എത്തിച്ചിരിക്കുന്നത് മുഴുവനും മമ്മിയാണ്. എന്റെ മമ്മിയാണ് എന്റെ ഗുരു. എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാനായിട്ട് ഇരുത്തുന്നതൊക്കെ മമ്മിയാണ്. ഇങ്ങോട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കാനിരിക്കുക. 2 പാട്ട് കഴിയുമ്പോഴേക്കും കുസൃതി അല്ല, ഞാൻ ഇപ്പൊ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാൻ മഷിയിട്ട് നോക്കിയാ കാണില്ല. എന്തും അടിച്ചിയാ അത് ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അയ്യോ ഇപ്പൊ പറയണ്ടായിരുന്നു ഇത് ഇപ്പൊ ഗുരു ശിഷ്യഗണങ്ങളോട് ഇരിക്കുകയാണ്. അങ്ങനെ പറയുന്നത് അല്ല, ഇപ്പൊ ഭയങ്കര സീരിയസ് ആയി. ഇപ്പൊ കുറച്ച് ഓവർ സീരിയസ് ആയി പോയി. നമുക്കൊരു ആഗ്രഹമുണ്ട്, ഇന്ന് ഈ വേദിയിൽ വെച്ച് ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുക്കുവോ? അയ്യോ ആ സാഹസം വേണോ എന്ന്. രഞ്ജിനിയുടെ മദർ ഈ ഏജിൽ പാടുന്ന എന്തൊരു ശുദ്ധമായിട്ടാണ്. ശ്രുതി ശുദ്ധമായിട്ട് പാട്ടിലായിരുന്നു നിങ്ങളുടെ പ്രണയം. ഞാൻ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ അതിനൊന്നും സമയം ഉണ്ടായിട്ടില്ല. സമയം കൊടുത്തില്ല. ഇല്ല, എനിക്ക് പാട്ടിനോടാണ് എന്നും പ്രണയം. ഞാൻ ആ മ്യൂസിക്കിന് വേണ്ടി മ്യൂസിക് PhD ചെയ്യാൻ വേണ്ടി മദ്രാസ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ ബ്രദറും ഇദ്ദേഹവും ഫ്രണ്ട്സാ. അപ്പൊ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണം. അപ്പൊ ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ ദൃഢനിശ്ചയം എടുത്ത് ജീവിക്കണം, ഇങ്ങേരും വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവന്റെ ഒരു ഐഡിയ ആയിരുന്നു എന്റെ ബ്രദറിന്റെ, ഇവരെ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടിച്ചാൽ നന്നായിരിക്കുമല്ലോ എന്ന്. ബാബുവിന് പാട്ടിനോടുള്ള ഒരു ക്രേസ് അങ്ങേയറ്റുവാ. ആ പാട്ടിന് വേണ്ടി എന്നെ കല്യാണം കഴിച്ചതാ. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടത്തിൽ തന്നെ ഒരു ഗംഭീര പാട്ടുണ്ട് അല്ലേ. ഇത് നല്ല ഓർമ്മയുണ്ട്. എന്താണെന്നറിയോ, ഞാൻ ജോസ് ഇത് അന്ന് കാലത്ത് ഞാൻ കണ്ട, ഞാൻ വളരെ എന്റെ ചെറുപ്പത്തിൽ. അപ്പൊ വാട്ട് ഏജ് യു ഹാവ് ടേക്കൺ എ ഫിലിം? 20 years. എന്റെ 17 വയസ്സിലങ്ങടാ ഞാൻ അത് കാണുന്നത്. 20 years പടം എടുത്ത പ്രൊഡ്യൂസറാണ്. ആർക്കെങ്കിലും അറിയട്ടെ? അല്ല, അന്നത്തെ കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ ഞാനായിരുന്നു. അന്ന് ആ കാലഘട്ടത്തില് മദ്രാസിലെ എന്റെ കമ്പനി ആയിരുന്നു. എന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിലെ ഈ പാട്ട് മാത്രം കളറിൽ വന്ന ഒരു പടമല്ലേ ഇത്. അതെ. തിയേറ്ററിൽ കാണുമ്പോ എന്ത് രസമായിരുന്നു എന്നറിയോ ആ സീൻ.
അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പടം, സിനിമ പക്ഷെ ഈ പാട്ട് കളറിൽ പാട്ട് മാത്രം. ഓ ഗുഡ് ഷാട്ട്. അങ്ങനെ ഡാഡി കാരണമാണ് ഞാൻ സിനിമയിൽ പാടുന്നതും ഞാൻ പാട്ടുകാരി ആവണതും. ഡാഡിക്കുള്ള പാട്ടിനോടുള്ള ഭയങ്കരമായ ക്രേസ് കാരണമാണ് ഈ പാട്ടെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോഴും ഭവിക്കുന്നത് ഡാഡി കാരണമാണ്. കാര്യം പാടുന്ന ഞങ്ങളാണെങ്കിലും ഡാഡി പാടില്ല, ബട്ട് ഐ തിങ്ക് ഞങ്ങളുടെക്കാളും കൂടുതൽ പാട്ടിനോടുള്ള സ്നേഹം അച്ഛനാണുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും എന്റെ ആക്റ്റീവ് ആയിട്ടുള്ള മാനേജറാണ്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഇങ്ങോട്ട് വരുന്നുള്ളത്. സർപ്രൈസ്. താങ്ക് യു സോ അല്ല, മച്ച്. അവളെ എന്നോട് മാനേജ് സ്ഥാനം ഒഴിയാൻ പറഞ്ഞിരിക്കുക. കാരണം ഈ ഇടയ്ക്ക് വിദേശത്തൊരു പരിപാടിക്ക് പോയി. അപ്പൊ എല്ലാവരും ഊണ് കഴിക്കാനായിട്ട് എന്നെ വിളിച്ചു. അവര് വന്നിട്ട് സംഘാടകർ വന്ന് രജനി ലഞ്ച് റെഡി ആയിട്ടുണ്ട് വരണം, പിന്നെ ഹസ്ബൻഡിനെയും കൂടെ വിളിച്ചു വന്ന്. പോണടുത്തൊക്കെ ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ബ്രദർ ആയിട്ടാണ് നിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഡാഡി കൂടെ വരണ്ട, ഇനി മേലിൽ എന്റെ കൂടെ പ്രോഗ്രാമിന് ഞാൻ പൊക്കോളാം. അച്ഛൻ പുറത്തു പോയിട്ട് ഒരു 9 മണിയായി കണ്ടില്ലെങ്കില് മമ്മി ഡാഡി വന്നോ? ഇല്ല. വിളിച്ചോ? ഡാഡി ജോലി കഴിഞ്ഞ് തിരിച്ചു വരും രഞ്ജിനി. 10-43 വർഷമായിട്ട് കാണുന്നതാ. അദ്ദേഹം തിരിച്ചെത്തിക്കോളും. മമ്മിക്ക് കയറില്ല, എനിക്ക് കയറുണ്ട്. ഞാൻ വിളിക്കട്ടെ ഓടന്നെ ഡാഡീനെ. ഡാഡിയെ 10 മിനിറ്റ് കണ്ടില്ലെങ്കിൽ അപ്പ വിളി തന്നെ. അയ്യോ ഒരു രക്ഷയില്ല. ഒരു PT മീറ്റിംഗ് പോലെ ഫീൽ ചെയ്തു. അല്ല, ഈ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കാണ് മോളെ, ഇങ്ങനെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞ ആ ഹോണൊന്നും അടിച്ചത്. ഒരു ഹാപ്പി ബർത്ത്ഡേ ആണ് ഈ ബർത്ത്ഡേ. ബർത്ത്ഡേക്ക് കറക്റ്റ് ഗിഫ്റ്റ് ആയിരുന്നു. അല്ലല്ല, പക്ഷെ ഞങ്ങള് വി ആർ സോ ലക്കി. ഇക്കാലത്തും കുട്ടികൾ ഇങ്ങനെ അച്ഛനും അമ്മയും കെയർ ചെയ്യാ. വി ആർ സോ ബ്ലെസ്ഡ് ടു ഹാവ് ഹർ. സത്യം പറഞ്ഞ ഒരു ചാനലും കാണാത്ത ഒരാളാ. പിന്നെ ഒരു ചാനൽ കാണില്ല. 6:57 ഒരു സമയം ഉണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും ഫ്ലവേഴ്സിൽ ഈ പ്രോഗ്രാം കാണാനായിട്ട് ഞങ്ങൾ ഇന്ന് കാണും. എന്താ അറിയോ, ഈ കുട്ടികൾ പാടുന്ന കുട്ടികളെ ഞാൻ വളരെയധികം കൺഗ്രാജുലേറ്റ് ചെയ്യണു. എനിക്കറിയാം, ഞാനൊരു ഹൗസ് വൈഫായിരുന്നു, ഞാൻ ഒരു ബാങ്കില് വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ കൂടെ പാട്ട്, ഇതെല്ലാം ഒന്നിച്ചു കൊണ്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീക്ക് എന്തുമാത്രം പ്രഷറും എന്തുമാത്രം ടെൻഷനും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വളരെ എൻ്റെ ജീവിതം അതിന് ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് പാടുന്നത് കേൾക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് യു. എന്തായാലും രഞ്ജിനി ചേച്ചിക്ക് പാട്ടിന്റെ കഴിവ് മാത്രമല്ല അമ്മയുടെ കിട്ടിയത്, സംസാരവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു സന്തോഷം നമുക്കൊന്ന് കളറാക്കാം അല്ലെ? അപ്പൊ കേക്ക് വരട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാ കേക്ക് കട്ട് ചെയ്ത് രഞ്ജിനി ചേച്ചിയുടെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോ മ്യൂസിക്. ഈ ഒരു ബർത്ത്ഡേക്ക് താങ്ക് യു സോ മച്ച് ഫ്ലവേഴ്സ് TV. താങ്ക് യു രജീഷ്, താങ്ക് യു ഡെയിൻകുട്ട. മീനാക്ഷിനെ മിസ് ചെയ്യണൂടെ. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് നിറയുന്ന ഒരു സംഭവമാണ്. കാരണം ഔസേപ്പച്ചൻ സാറും ബിന്നി ചേച്ചിയും വേറെ ഞാൻ എന്ത് കൂടുതൽ ചോദിക്കണം, അമ്മയും അച്ഛനും. ഇതിലും വലിയൊരു ബർത്ത്ഡേ വിഷ് തരാനുള്ള താങ്ക് യു സോ മച്ച്. മനസ്സ് വല്ലാണ്ട് നിറഞ്ഞു. താങ്ക് യു. അങ്ങനെ നമ്മുടെ മ്യൂസിക് ലൈഫിന്റെ എല്ലാമായ രഞ്ജിനി ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷത്തോടുകൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.